മെത്രാൻ കായൽ നികത്താൻ സ്വകാര്യ കമ്പനിയെ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് തിരിച്ചടി. പദ്ധതി പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ തൽസ്ഥിതി തുടരണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. റെക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മെത്രാൻ കായലിന്റെ ഭാഗമായ 378 ഏക്കർ നിലം നികത്താനാണ് സർക്കാർ അനുമതി നൽകിയത്. മാർച്ച് 1 റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്ത് വടവുകോട് സ്വദേശി NK അലക്സാണ്ടറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിന് വിരുദ്ധമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഹർജിയിലെ വാദങ്ങൾ പരിഗണിച്ച കോടതി സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഇതിനിടയിൽ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പുതിയ വിശദീകരണം നൽകി. റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് നിലം നികത്തില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ വിശദീകരണം രേഖപ്പെടുത്തിയ കോടതി മെത്രാൻ കായലിൽ തൽസ്ഥിതി തുടരാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഫലത്തിൽ മാർച്ച് 1 റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി തീരുമാനത്തോടെ മരവിച്ചു. ഹർജി ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. മെത്രാൻ കായൽ നികത്താനുള്ള സർക്കാർ ഉത്തരവ് വിവാദമാവുകയും KPCC പ്രസിഡന്റ് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ തീരുമാനം പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യം സർക്കാർ പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി പ്രശ്നത്തിൽ ഇടപെടുകയും ഇടക്കാല ഉത്തരവ് നൽകുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായിരുന്നു മെത്രാൻ കായൽ നികത്താനുള്ള സർക്കാരിന്റെ വിവാദ ഉത്തരവ് പുറത്തു വന്നത്. റിപ്പോർട്ടർ, കൊച്ചി.